എളമരം കരീം 24 ചേരുകയാണ്. ഇന്നത്തെ യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ചേരാറുണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് പലരും നിലമ്പൂരിലായതുകൊണ്ട് എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടി മലപ്പുറത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. മറ്റൊരു കാര്യം, ഈ UDF വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ട്. അതിനെങ്ങനെയാണ് ഇടതുപക്ഷം കാണുന്നത്? അങ്ങേയറ്റം വൃത്തികെട്ട രാഷ്ട്രീയമാണത്. തീവ്ര വർഗീയ മതസംഘടനകളുമായി ഒരു രാഷ്ട്രീയ പാർട്ടി, അതും മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് മുന്നണി രൂപീകരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം വൃത്തികെട്ട രാഷ്ട്രീയമാണ്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ UDF എന്ന നിലയിൽ LDFനെ നേരിടാൻ കഴിയില്ല എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി മറ്റേതെങ്കിലും തീവ്രവാദികളുമായി കൂടുമോ എന്നും അറിയില്ല. ഇത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉളവാക്കും. ഞങ്ങളൊരു UDF അസോസിയേറ്റ് പാർട്ടിയായി ചേർന്നു എന്നാണ് വെൽഫെയർ പാർട്ടി അവകാശപ്പെടുന്നത്. UDF വ്യക്തമാക്കണം നിലപാട്. മറ്റൊരു കാര്യം, അവർ UDF തിരിച്ചടിക്കുന്നത് PDPയുടെ പിന്തുണ ഇടതുപക്ഷത്തിനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അതെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒഴിവ് കഴിവുകളാണ്. PDP എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതൊരു വലിയ രാഷ്ട്രീയ ശക്തിയൊന്നുമല്ല. അവർ ഓരോ സന്ദർഭത്തിലും ഓരോ പിന്തുണ പ്രഖ്യാപിക്കാറുണ്ടെന്നല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷിയാക്കുകയോ അല്ലെങ്കിൽ അതിൽ അസോസിയേറ്റ് കക്ഷിയാവണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്ത ഒരു സംഭവമേ ഇല്ല. ഇതല്ല. ഇത് വെൽഫെയർ പാർട്ടി എന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന UDFന്റെ ഭാഗമായി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. ഏത് വർഗീയവാദികളുമായി UDF കൂട്ടുകൂടുന്നു എന്നുള്ളതാണ് എളമരം കരീം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.